അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് പുറമെ മറ്റൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ. എന്തുകൊണ്ട്? ദൈവിക വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അതിന് പറഞ്ഞ ന്യായങ്ങൾ ചിന്തനീയമാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ഇബാദുൻ അംസാലുക്കും. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. മലക്കുകളും ജിന്നുകളും മനുഷ്യരും അടിമകളാണ്. അമ്പിയാക്കളും മൗലിയാക്കളും അടിമകളാണ്. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടികളാണ്. മൃഗങ്ങളും ജന്തുജാലങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും സൂര്യനും ചന്ദ്രനും കടലും എല്ലാം സൃഷ്ടികളാണ്. ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത, ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്തവയെ ആരാധിക്കരുത്. അംവാത്തുൻ, ജീവനില്ലാത്ത മരിച്ചു പോകുന്നവയും ഗൈറു അഹ്യ, നിർജീവമായിട്ടുള്ളവയെയും ആരാധിക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്ത, പ്രാർത്ഥനയെ തൊട്ട് തീർത്തും അശ്രദ്ധമായ ഒന്നിനെയും പ്രാർത്ഥിക്കരുത്. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ള പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു.